ഇപ്പോൾ സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ആദ്യം. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിൽ സ്ഫോടനമുണ്ടായിരിക്കുന്നു. തൃശൂർ പൂരത്തിന്റെ ഭാഗമായി തിരുവമ്പാടിക്ക് വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന സ്ഥലത്താണ് സ്ഫോടനമുണ്ടായത്. 40 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹരീഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരീഷ്, ദാരുണമായ ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് എന്നാണ് വിവരം? ഇന്ന് 3:45 കൂടിയാണ് വലിയ ശബ്ദത്തോടു കൂടി ഒരു സ്ഫോടനം ഉണ്ടാവുന്നത്. ഈ തൃശ്ശൂര് മുണ്ടത്തിക്കോട് തിരുവമ്പാടിയുടെ ഈ വെടിക്കോപ്പുകളെല്ലാം നിർമ്മിക്കുന്ന സ്ഥലമാണ് മുണ്ടത്തിക്കോട്. വർഷങ്ങളായി തിരുവമ്പാടി വിഭാഗം ഈ കരിമരുന്നും അതുപോലെ മറ്റ് വെടിക്കോപ്പുകളൊക്കെ നിർമ്മിക്കുന്ന സ്ഥലമാണ് ഈ മുണ്ടത്തിക്കോട് എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെയാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഒരു പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് 3:45 കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. 40ഓളം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായുള്ള വിവരം. അതിൽ 2 പേരുടെ പരിക്ക് ഗുരുതരമാണ്. ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഗുരുതരമായി പരിക്കേറ്റവരെല്ലാം തന്നെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫയർഫോഴ്സും പോലീസും ആംബുലൻസും അടങ്ങുന്ന വലിയ ഒരു സംഘം ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗുരുതരമായ ഈ ഒരു അപകടം അതിന്റെ വ്യാപ്തി ഇപ്പോഴും കൃത്യമായി പറയാനാവില്ല. കാരണം ഇനിയും ആളുകൾക്ക് കൂടുതൽ പരിക്ക് പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഗുരുതരമായ പരിക്ക് പറ്റിയ ആളുകളുടെ ആരോഗ്യനില എങ്ങനെയാണെന്ന് ഇപ്പോഴും പറയാറായിട്ടില്ല. എന്തായാലും 3:45 കൂടിയാണ് വലിയ രീതിയിൽ ശബ്ദത്തോടു കൂടി ഒരു പൊട്ടിത്തെറി ഉണ്ടായത്. വലിയ രീതിയിൽ പുക ഉയരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായിരുന്നു. ഈ പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ട പലരും വന്നപ്പോഴാണ് ഇത് വലിയ രീതിയിൽ ഈ ഒരു വെടിക്കോപ്പുകൾ പൊട്ടിത്തെറിച്ചാണ് മനസ്സിലായത്. തുടർന്ന് പോലീസ് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സും എത്തി രക്ഷാപ്രവർത്തനം നടത്തുകയും ഈ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന നടപടികൾ ചെയ്യുകയും ചെയ്തു. നിലവിൽ 2 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ്. പക്ഷേ ഒരുപക്ഷെ അത് അവരുടെ നില കൂടാൻ, അവരുടെ അപകട നില കൂടാനും സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള നടപടികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി വരും മണിക്കൂറുകൾ മാത്രമേ വ്യക്തമാവുള്ളൂ. നിലവിൽ 2 പേർക്ക് വലിയ രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വർഷങ്ങളായി ഇവിടെയാണ് തിരുവമ്പാടി ഇവരുടെ വെടിക്കോപ്പുകൾ നിർമ്മിക്കുന്നത്. ഇത് ഒരു പാടമാണ്, വലിയ പാടങ്ങൾ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വെയില് വലിയ രീതിയിൽ എത്തുന്ന സ്ഥലമാണ്. ചൂട് കൂടിയ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഒരുപക്ഷെ ആ ചൂട് കൊണ്ടാണോ ഇത്തരത്തിലുള്ള പൊട്ടിത്തെറി ഉണ്ടാകുക എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ അതിൽ വ്യക്തത വരണമെങ്കിൽ ഇനി ഫോറൻസിക് വിദഗ്ധരും മറ്റ് ആളുകളും അധികൃതരും അത് കൃത്യമായി തന്നെ പറയണം. ഏത് രീതിയിലാണ് തീ പിടിച്ചത്, ഈ തീ പിടിക്കാനുള്ള സാഹചര്യം എന്താണെന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല.